കോഴിക്കോട് കുറ്റിയാടിലെ വീട്ടിനുള്ളിൽ നിന്ന് 5 പാമ്പുകളെ പിടികൂടുന്ന ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പുകളെയാണ് പിടികൂടിയത്. കുട്ടികൾ കിടന്നുറങ്ങിയ കിടക്കയിലാണ് വിഷപ്പാമ്പിനെ കണ്ടത്. ആദ്യം വീട്ടുടമസ്ഥൻ രമേശിന്റെ പ്രതികരണത്തിലേക്ക് ദൃശ്യങ്ങളും കാണാം. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് കുട്ടി എഴുന്നേൽക്കുന്നൊരു സമയം 7 മണി 7:30 അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടി എണീറ്റപ്പം തന്നെ മോളും 1 വയസ്സുള്ളൊരു ചെറിയൊരു മോനും ഉണ്ട്. അപ്പോൾ ഒരു രണ്ടാളും എണീച്ചപ്പോൾ വൈഫ് എണീക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് തലേൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു വെള്ളിക്കട്ടൻ പാമ്പിനെ അവിടുന്ന് പിടിച്ചു. അത് കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് വീണ്ടും വീടൊക്കെ നന്നാക്കി. ആ സമയത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണത്തിനെ പിന്നെയും കിട്ടി. അതിനുശേഷം പിന്നെ വീട്ടിൽ രാത്രിയായി ഒരു 7:30-8 മണീൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ പോകേണ്ടിയിട്ട് അകത്തുള്ള ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വീണ്ടും ഒന്നിനെ കിട്ടി. അതിനുശേഷം റൂമെല്ലാം ഒന്ന് അരിച്ചു പെറുക്കാൻ വേണ്ടി എല്ലാം ക്ലിയർ ചെയ്ത് അപ്പം പിന്നെയും വീണ്ടും ഒന്നിനെ കിട്ടി. അങ്ങനെ വീട്ടിൽ നിന്ന് 5 എണ്ണത്തിനെയാണ് ഇപ്പോൾ വെള്ളിക്കെട്ടനെ കിട്ടിയത്. ആ കുഞ്ഞുങ്ങൾക്ക് അപകടമൊന്നും ഉണ്ടാകാതിരുന്ന ഭാഗ്യം. കുഞ്ഞുങ്ങൾ കിടക്കുന്ന അതേ കിടക്കയിൽ തലയ്ക്ക് തൊട്ടടുത്ത് ഒരു വലിയ വെള്ളിക്കെട്ടനെ കണ്ടു എന്നാണ് പറയുന്നത്. മുജീബ് റഹ്മാൻ നമുക്കിപ്പോൾ തത്സമയം ചേരുന്നത്. മുജീബ്, ഗുഡ് മോർണിംഗ്. വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണല്ലോ. വളരെ കൂളായിട്ടാണ് രമേശ് അത് പറയുന്നത്, പക്ഷേ പറയുന്നതിന്റെ ഗൗരവം വലുതാണ്. അതെ, തീർച്ചയായിട്ടും വലിയ ഗൗരവമുള്ള വാർത്തയാണ്. രമേശിന്റെ 2 മക്കൾ കിടന്നുറങ്ങിയ റൂമിൽ നിന്നാണ് രാവിലെ ഈ പാമ്പിനെ കണ്ടെത്തുന്നത്. തലയണയ്ക്ക് തൊട്ടടിയിലായിരുന്നു പാമ്പിനെ കണ്ടെത്തിയത്. കുറ്റ്യാടി മുണ്ടക്കുറ്റിയിലെ മീത്തിലെ കാപ്പുമ്മൽ രമേശിന്റെ വീട്ടിലാണ്. 1 വയസ്സുള്ള മകനും 8 വയസ്സുള്ള മകളുമാണ് ഈ മുറിയിൽ കിടന്നുറങ്ങിയിരുന്നത്. വീട്ടിൽ 6 പേരാണുള്ളത്. രമേശിനും ഭാര്യയും 2 മക്കളും പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും. ഇവര് 3 റൂമുകളിലായിട്ടാണ് കിടക്കാറുള്ളത്. അതിൽ കുട്ടികൾ കിടന്ന റൂമിലാണ് ആദ്യം പാമ്പിനെ കാണുന്നത്. തലയണക്കടിയിൽ രാവിലെ കാണുകയായിരുന്നു. പിന്നീട് ബാത്റൂമിന്റെ അകത്ത് നിന്ന് ഒരു പാമ്പിനെ കണ്ടെത്തി. വീട്ടിന്റെ മറ്റൊരു മുറിയിൽ നിന്നും ഒരു പാമ്പിനെ കണ്ടെത്തി. അതേ തുടർന്ന് നാട്ടുകാരെ സംഭവം അറിയുകയായിരുന്നു. നാട്ടുകാരെത്തി നടത്തിയ പരിശോധനയിലാണ് ബാക്കി 2 പാമ്പുകളെയും കണ്ടെത്തിയത്. 5 പാമ്പുകളാണ്. വെള്ളിക്കട്ടൻ, ശംഖുവരയൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഉഗ്രവിഷമുള്ള പാമ്പുകളാണ്. ഭാഗ്യം കൊണ്ടാണ് ആർക്കും കടിയേൽക്കാതിരുന്നത്. കുട്ടികൾ കിടന്ന ബെഡിലും തലയണക്കടിയിലുമായിട്ടാണ് ഈ പാമ്പുകളെ കണ്ടെത്തിയത്. നാട്ടുകാരെത്തി വീണ്ടും പരിസരമൊക്കെ കൂടുതലായിട്ട് പരിശോധിച്ചു. അങ്ങനെയാണ് ബാക്കി പാമ്പുകളെ കണ്ടെത്തിയത്. ഏതായാലും ഈ പാമ്പുകളെ വീട് എന്ന് പറയുന്നത് നല്ല അടച്ചുറപ്പുള്ള വീടാണ്. വീടിന്റെ ഫ്ലോറിംഗ് ഒക്കെ ടൈൽ ചെയ്ത ഫ്ലോറിംഗ് ആണ്. ചുവരെല്ലാം നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ടുള്ള വീടാണ്. അത്തരം വീടിനകത്ത് തന്നെ ഇത്ര അധികം പാമ്പുകളെ കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കുവാനുള്ള നിർദ്ദേശം നാട്ടുകാർക്കും നൽകിയിട്ടുണ്ട്. PG. ഓക്കെ, വളരെ ഒരു കാര്യം കൂടി മുജീബ്, ഈ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ ചതുപ്പോ കാടുകളോ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണോ? അത്തരത്തിലുള്ള ഒരു സ്ഥലമല്ല, ചതുപ്പൊന്നുമുള്ള സ്ഥലമല്ല. പക്ഷേ മലയോര മേഖലയാണ്. മലയോര മേഖലയിൽ കുറച്ചപ്പുറത്തേക്ക്, കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്കൊക്കെ വനമേഖല തുടങ്ങുന്ന സ്ഥലം കൂടെയാണ്. ചതുപ്പൊന്നുമില്ല. വനമേഖലയോട് ചേർന്നുള്ള ജനവാസം കൂടുതലുള്ള സ്ഥലമാണ്. ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ കൂടുതൽ ഉഗ്രവിഷമുള്ള കൂടുതൽ പാമ്പുകളെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. നേരത്തെയും പാമ്പുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരേ സമയം തന്നെ വീടിനകത്ത് ഇത്രയധികം ഉഗ്രവിഷമുള്ള പാമ്പുകളെ. എന്തായാലും നമ്മൾ തൃശ്ശൂർ അനുഭവം വെച്ചാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ തിരഞ്ഞ 5 എണ്ണത്തിനെ കണ്ടെത്തിയെങ്കിൽ അവിടെ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഈ സർപ്പ സംഘത്തിന്റെ ഒക്കെ സഹായത്തോടുകൂടി ആ വീടൊന്ന് വളരെ വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കും.